നമസ്കാരം. സാമൂഹ്യപാഠത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. എല്ലാവർക്കും സന്തോഷകരമായ നല്ല ഒരു ദിവസം ആശംസിക്കും. ഒരു റഷ്യൻ ചെറുകഥയുണ്ട്. ഒരു മുട്ടയോളം വലിപ്പമുള്ള ഒരു ധാന്യമണി ഒരിക്കൽ ഒരു രാജ്യത്തിന് കിട്ടുകയും ആ രാജ്യത്തിൻ്റെ രാജൻ ആ ധാന്യമണി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഏറ്റവും പ്രായം ചെന്ന കർഷകനെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. നന്നേ അവശനായിരുന്ന അദ്ദേഹം അത് പരിശോധിച്ചിട്ട്, എനിക്ക് ഈ ധാന്യമണി ഏതാണെന്ന് അറിയാൻ സാധിക്കുന്നില്ല, എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം എന്ന് പറയുക ചെയ്തു. അങ്ങനെ വൈകാതെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആ രാജസന്നിധിയിലേക്ക് എത്തുന്നു, അത് പരിശോധിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന് അത്ര തന്നെ ആദ്യം വന്ന കർഷകൻ്റെ അത്രയും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊന്നുമില്ലായിരുന്നു. അദ്ദേഹം അത് പരിശോധിക്കുന്നു. എന്നാൽ എനിക്കും ഇതറിയില്ല, ഒരുപക്ഷെ എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്തെ ധാന്യമണി ഏതെങ്കിലും ആകാം, അദ്ദേഹത്തിനോട് ചോദിക്കാം എന്ന് പറയുന്നു. രണ്ടാമത് വന്ന കർഷകൻ്റെ അച്ഛൻ അവിടേക്ക് വരുന്നു. രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അച്ഛന് അത്രത്തോളം തന്നെ പ്രയാസങ്ങളൊന്നുമില്ലായിരുന്നു. വളരെ ചുറുചുറുക്കോടെ അദ്ദേഹം വന്ന് ഈ ധാന്യമണി പരിശോധിക്കുകയും ഇത് എൻ്റെ കാലത്തെ ഒരു ധാന്യമായിരുന്നു എന്ന് പറയുകയും ചെയ്തു. ഇനി നമ്മുടെ ചുറ്റുവട്ടത്തെ വൃദ്ധജനങ്ങളിലേക്ക് നമുക്ക് നോക്കാം. എത്രത്തോളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ചാണ് അവർ നിലനിൽക്കുന്നത് നോക്കാം. വാസ്തവത്തിൽ വാർദ്ധക്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രയാസം നേരിടേണ്ടതുണ്ട്. മനുഷ്യരുടെ 4 ജീവിത ചക്രങ്ങളിൽ ഏറ്റവും പ്രയാസകരമായത് എന്നാണ് പലപ്പോഴും വാർദ്ധക്യത്തെ നമ്മൾ കാണുകയും ചെയ്യുന്നത്. വാർദ്ധക്യം ഇങ്ങനെ പ്രയാസങ്ങളുണ്ടായി അല്ലെങ്കിൽ അത്തരത്തിൽ ബുദ്ധിമുട്ടുകളോടുകൂടി നേരിടേണ്ട ഒന്നാണോ? വളരെ സന്തോഷകരവും ഉത്സാഹകരവും വളരെ സ്വച്ഛവുമായി എങ്ങനെ വാർദ്ധക്യത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, നമുക്ക് ചർച്ച ചെയ്യാം ഇന്നത്തെ സാമൂഹ്യ പാഠത്തിലൂടെ. അതിനായി ഇന്ന് നമ്മോടൊപ്പം എത്തിയിട്ടുള്ള അതിഥി ഡോക്ടർ ബി ഉണ്ണികൃഷ്ണൻ സാർ. വളരെ സ്നേഹത്തോടെ സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമുക്ക് ആദ്യം തന്നെ ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് മെഡിക്കൽ ടേംസിൽ എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്, എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ തോന്നുന്നു. അല്ല, നമ്മുടെ ജീവിതത്തിലെ ബാല്യം, ശൈശവം, കൗമാരം, വാർദ്ധക്യം 4 തലങ്ങളിലാണ് നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അത് ബാല്യകാലത്ത് അച്ഛനമ്മമാർ നമ്മളെ നോക്കും. കൗമാരകാലത്ത് അധ്യാപകരും ബാക്കിയുള്ള ആളുകളും നമ്മളെ ശ്രദ്ധിക്കും. അത് കഴിയുമ്പോൾ ആ സമയത്ത് ഭാര്യ, ബാക്കിയുള്ള ആൾക്കാർ നോക്കും. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിലെ തുടക്കം പോലെ തന്നെ ഒരു ജീവിതത്തിന് എന്തായാലും ജനനമുണ്ടെങ്കിൽ മരണമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ആ മരണ സമയത്തിലേക്ക് നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ ജീവിതം അടുക്കുകയാണ്. അതിനെ നമ്മൾ എത്രമാത്രം പ്രസാദാത്മകമായി നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് വാർദ്ധക്യത്തിൽ കാണുന്നത്. വാർദ്ധക്യം എന്തായാലും വരും. അപ്പോൾ അത് നമ്മൾ മുൻകൂട്ടി തന്നെ കരുതി തീരുമാനിച്ച് അതിലേക്ക് നമ്മൾ ഗ്രേസ്ഫുള്ളായി, അതായത് പ്രസാദാത്മകതയോടുകൂടി അതിനെ സമീപിക്കുക എന്നുള്ളതാണ് വാർദ്ധക്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ വാർദ്ധക്യത്തിൽ തികച്ചും നമുക്ക് ബാല്യത്തിൽ ഉണ്ടായിരുന്നത് പോലെ നമ്മുടെ മാതാപിതാക്കൾ എന്തായാലും നമുക്ക് ആ സമയത്ത് നമ്മളെ കാണത്തില്ല, നമ്മളോടൊപ്പം ഉണ്ടാവത്തില്ല. പക്ഷെ നമ്മളെ ശ്രദ്ധിക്കാനുള്ള ആൾക്കാർ ആ സമയത്ത് നമ്മളോടൊപ്പം ഉണ്ടാവണം. നമ്മൾ ആ ബാല്യകാലത്ത് എന്തായിരുന്നോ അത് തന്നെയാണ് നമ്മൾ വയസ്സാവുമ്പോഴും ആകേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാവേണ്ട കാര്യം. തീർച്ചയായിട്ടും സാർ, നമ്മൾ ഈ വാർദ്ധക്യത്തെ തിരിക്കുമ്പോൾ ഒരു 3 തരത്തിൽ അത് തിരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അത് പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ, എങ്ങനെയാണ് ആ ഒരു തിരിവ്? അത് നമ്മുടെ ഇപ്പോൾ പ്രായമെന്ന് പറയുമ്പോൾ നമുക്കത് ക്രോണോളജിക്കൽ ഏജിങ് ഉണ്ട്. അതായത് ഓരോ വർഷവും ഓരോ കലണ്ടറും മാറുമ്പോൾ നമ്മുടെ വയസ്സ് ഒന്നായി കൂടിക്കൊണ്ടേയിരിക്കും. മറ്റൊന്ന് എന്ന് പറയുന്നത് ബയോളജിക്കൽ ഏജിങ് ആണ്. ഇപ്പോൾ നമുക്ക് ചില അസുഖങ്ങൾ പിടിപെടുന്നു, അല്ലെങ്കിൽ ചില ആക്സിഡൻസ് ഉണ്ടാകുന്നു. അപ്പോൾ അതിനെ തുടർന്ന് നമുക്ക് ഇപ്പോൾ നമ്മുടെ ശരിക്കുമുള്ള വയസ്സിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ബയോളജിക്കൽ ഏജിങ് എന്ന് പറയും. മറ്റൊന്ന് മെൻ്റൽ ഏജ് എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഏജിങ്, അല്ലെങ്കിൽ മെൻ്റൽ ഏജിങ്. ഈ സൈക്കോളജിക്കൽ ഏജിങ് എന്ന് പറയുന്നത് നമ്മുടെ മാനസികമായ നിലയാണ്. ചിലർ പറയില്ലേ, നമ്മൾ എത്ര വലുതായാലും കുട്ടിയായി തന്നെ തുടരുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടിത്വം നമ്മളിൽ നിന്ന് മാറുന്നില്ല എന്നൊക്കെ പലപ്പോഴും പലരുടെയും പരാതി നമുക്കുണ്ടാവാറുണ്ട്. അപ്പോൾ അതുപോലെയാണ്, അത്തരത്തിലാണ് നമ്മൾ 3 തരത്തിൽ. ഒന്ന് കലണ്ടർ ഇയർ വെച്ചിട്ടുള്ള വയസ്സ്. ഇപ്പോൾ എത്ര വയസ്സായി എന്ന് ചോദിച്ചാൽ ഇത്ര വർഷമായി ഞാൻ ജനിച്ചിട്ട് എന്ന് പറയുന്നു. മറ്റേത് ബയോളജിക്കൽ ഏജിങ് ആണ്. മൂന്നാമത്തേത് മെൻ്റൽ ഏജ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഏജിങ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 3ആയി വയസ്സിനെ തിരിക്കുന്നത്. മറ്റൊന്ന്, വയസ്സായ ആൾക്കാരെ നമ്മൾ വീണ്ടും 3ആയിട്ട് തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് 60 തൊട്ട് 70 വയസ്സ് വരെയുള്ള ആൾക്കാരെ നമ്മൾ യങ് ഓൾഡ് എന്നാണ് പറയുക. ശരി, യുവാവായ വയസ്സായ ആൾ.
70 വയസ്സ് തൊട്ട് 80 വയസ്സുള്ളവരെ നമ്മൾ യങ് ഓൾഡെന്നും 80 വയസ്സിന് മുകളിലുള്ള ആളിനെ നമ്മൾ ഓൾഡ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വളരെയധികം ഒരു ലിമിറ്റേഷൻ്റെ പുറത്തുള്ള ഡിവിഷനുകളാണ്. അപ്പോൾ ഇതൊന്നും പലപ്പോഴും 80 വയസ്സ് കഴിഞ്ഞ ആൾ ചിലപ്പോൾ 60 വയസ്സുള്ള ആളിനേക്കാൾ ചുറുചുറുക്കോടെ, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഏറ്റവും പ്രശസ്തനായ സിനിമാ നടൻ നമ്മുടെ രോഷാകുലനായ ചെറുപ്പക്കാരനായിരുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ അദ്ദേഹം ഏജിങ് വന്നിട്ട് അദ്ദേഹം കുറച്ചുകൂടെ പക്വതയൊക്കെ വന്നതിന് ശേഷം നമ്മുടെ ബഹുമാനനായ അമിതാഭ് ബച്ചൻ, എല്ലാവർക്കും ഇന്ത്യക്കാർ മുഴുവൻ ഗ്രേസ്ഫുൾ ഏജിങ് എന്ന് പറയുമ്പോൾ ആ മനുഷ്യനെ നമ്മളെ അപ്പോൾ തന്നെ ഓർക്കും. മറ്റൊന്ന് നമ്മുടെ തന്നെ മലയാളത്തിൻ്റെ സ്വന്തം മധു. പിന്നെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത 2 രാഷ്ട്രീയ നേതാക്കൾ, ശ്രീ കെ കരുണാകരനും ശ്രീ ഇ.കെ. നായനാർ സാറും. പിന്നെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ബഹുമാനനായ ശ്രീ വി എസ് അച്യുതാനന്ദൻ. ഇവരെല്ലാവരും ഗ്രേസ്ഫുൾ ഏജിങ് എന്താണ് എന്ന് നമ്മളെ കാണിച്ചു തന്ന ആൾക്കാരാണ്. അപ്പം അത് ആ തരത്തിൽ, അതായത് നമ്മൾ എത്ര വയസ്സാകുന്നു എന്നുള്ളതല്ല, എത്ര വയസ്സിലും നമ്മൾക്ക് ഏറ്റവും നന്നായി നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അത് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട കവി ടി.എസ്. തിരുമുമ്പിൻ്റെ ആ കവിതയുണ്ട്, തല നരയ്ക്കുവതല്ലെൻ്റെ വാർദ്ധക്യം, തല നരയ്ക്കാത്തതല്ലെൻ്റെ യുവത്വവും. തല നരയ്ക്കുന്നതൊന്നുമല്ല വാർദ്ധക്യം. വാർദ്ധക്യം എന്ന് പറയുന്നത്, വാർദ്ധക്യത്തിൻ്റെ ലക്ഷണമായി എല്ലാവരും പറയുന്നത് നരച്ച തലയും മുഖത്ത് ചുളിവുകൾ വീഴുന്നതും ഒക്കെയാണ്. പക്ഷെ അതൊന്നുമല്ല, വളരെ കൃത്യമായി നമുക്ക് നല്ല രീതിയിൽ, നല്ല പ്രസന്നതയോടുകൂടി നമ്മുടെ വാർദ്ധക്യകാല ജീവിതം കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വേണ്ടത്. തീർച്ചയായിട്ടും സാർ, നമ്മൾ തുടക്കത്തിൽ ഒരു റഷ്യൻ നാടോടി കഥ സൂചിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അതിൽ വാർദ്ധക്യം എന്ന് പറയപ്പെടുന്ന ഒരവസ്ഥ വെച്ചിട്ട് പരിഗണിക്കുകയാണെങ്കിൽ നമ്മുടെ മൂന്നാമത് വന്ന കർഷകൻ ഏറ്റവും പ്രായം, നമ്പർ വഹിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രായം കൂടിയ ആളാണ് അദ്ദേഹം. അച്ഛൻ്റെ അച്ഛനാണ്. അതേ സമയത്ത് അദ്ദേഹത്തിന് വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നുമില്ല, നല്ല കാഴ്ചയുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. എന്നാൽ നമ്മുടെ ഏറ്റവും യങ്ങായിട്ടുള്ള അച്ഛനാകട്ടെ, മുത്തച്ഛനാകട്ടെ, വളരെ കാഴ്ചശക്തിയൊക്കെ പോയി വളരെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ എന്താണ് ശരിക്കും ഈ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, മാനസികവും ശാരീരികവുമായിട്ട് വാർദ്ധക്യത്തെ നിർവചിക്കാൻ സാധിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അത് സ്വാഭാവികമായും വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന സമയം തൊട്ട് തന്നെ നമുക്ക് ഓരോ നിമിഷവും നമ്മൾ പ്രായം കൂടി വരികയാണ്. ഒരിക്കലും നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അപ്പോൾ അവിടെ നമുക്ക് ബ്രേക്കൊന്നുമില്ല. ഇന്ന്, നാളെ, മറ്റന്നാൾ, ഓരോ ദിവസവും നമുക്ക്, ഓരോ നിമിഷവും നമുക്ക് പ്രായമേറുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചുളിവുകൾ. അത് നമ്മളൊരു 20, സയൻസ് പറയുന്നത്, ജെറിയാട്രിക്സ് പറയുന്നത് 20-25 വയസ്സ് കഴിയുമ്പം തൊട്ട് തന്നെ നമ്മൾ ഏജിങ് പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ ആരംഭിച്ച് കഴിയും. അപ്പോൾ ആ ഏജിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് പുറത്ത് കാണുന്നത് മുഖത്തുണ്ടാകുന്ന ചുളിവുകളും ശരീരത്തിലുണ്ടാകുന്ന ചുളിവുകൾ, പിന്നെ കാലക്രമേണ നര, പിന്നെ കാലക്രമേണ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അത് മുട്ട് സന്ധിവേദനയാവാം, കാലുവേദനയാവാം, നടുവുവേദനയാവാം, തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ ജീവിതശൈലി കൊണ്ട് നമുക്കുണ്ടാകുന്ന കുറേ അസുഖങ്ങളുണ്ട്. അത് ഡയബറ്റീസ് ആണെങ്കിലും, ഹൈപ്പർ ടെൻഷൻ, പ്രഷറാണെങ്കിലും, ഹാർട്ട് ഡിസീസസ് ആണെങ്കിലും, ക്യാൻസർ ആണെങ്കിലും, ഇതെല്ലാം തന്നെ ഉണ്ടായിക്കഴിയുമ്പോൾ സാധാരണഗതിയിലെ ഏജിങ് പ്രോസസ്സിനെ ഇത് കുറച്ച് കൂടുതൽ വർദ്ധിപ്പിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ, പിന്നെ നമ്മുടെ മാനസികമായി നമുക്കുണ്ടാകുന്ന ടെൻഷൻ, സ്ട്രെസ് തുടങ്ങിയ കാര്യങ്ങൾ, ഈ സ്ട്രെസ്സൊക്കെ വളരെയധികം നമ്മളെ വയസ്സാക്കും. നമുക്ക് നല്ല സ്ട്രെസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ സ്ട്രെസ്സിലാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ എല്ലാ ദിവസവും നമ്മൾ പറയും നമ്മുടെ മുഖം ഒരുമാതിരി ഇരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിന് ഒരു മ്ലാനതയുണ്ട്, നമ്മളിങ്ങനെ വയസ്സായി തുടങ്ങി എന്ന് നമുക്ക് തന്നെ തോന്നുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് അതിനകത്ത് പറയാനുള്ളത്. സാറേ, നാട്ടുംപുറത്തൊരു ചൊല്ലുണ്ട്, മനസ്സിൽ വിശ്വസിക്കുന്നവർക്ക് പ്രായം വെറും അക്കങ്ങളാണ് എന്ന്. ശരിക്കും വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ്? അല്ല, മനസ്സ് അതിനകത്ത് ഓരോരുത്തരുടെയും മനസ്സിൻ്റെ നില അനുസരിച്ച്, മനോനില അനുസരിച്ചാണ് നമുക്ക് അത് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ 80 വയസ്സുള്ള ഒരാൾ ഒരിക്കലും ആ 80 വയസ്സായി എന്ന് സമ്മതിക്കാൻ പറ്റാത്ത ചെറുപ്പത്തോടെ, 81 വയസ്സുള്ള ആൾ 18കാരൻ, ആ വയസ്സൊന്ന് തിരിച്ചിട്ടാൽ മതി, 81കാരൻ
18 വയസ്സുകാരനായി മാറും. അപ്പോൾ അത് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും മാനസിക നില, അവരുടെ ശാരീരിക അസ്വാസ്ഥ്യങ്ങളുടെ കുറവ്, ഇതൊക്കെയാണ് അതിനകത്ത് നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ 5 പില്ലറുകളാണ് ഈ ഹെൽത്തി ഏജിങ്ങുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നല്ല ഭക്ഷണം, നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ വാരി വലിച്ച് കഴിക്കാനല്ല, ഗുഡ് ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക. പിന്നൊന്ന് റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി. ഇപ്പോൾ നമ്മളെല്ലാവരും പറയും ഈ തുമ്പിയെ കൊണ്ട് കല്ലെ നമ്മൾ എടുപ്പിക്കാൻ പറ്റും, പക്ഷെ തുമ്പിയെ കൊണ്ട് വലിയ പാറയൊന്നും നമുക്ക് എടുപ്പിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഏജിങ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എക്സസൈസ് വേണം. പക്ഷേ ആ എക്സസൈസ് 21കാരനായ ചെറുപ്പക്കാരൻ ചെയ്യുന്ന എക്സസൈസ് അല്ല, മറിച്ച് വാർദ്ധക്യത്തിൽ അത്രയും വയസ്സായ അത്രയും പ്രായമായ ആൾക്കാർ ചെയ്യുന്ന പ്രവൃത്തികൾ. അപ്പോൾ ഉദാഹരണത്തിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഒരാഴ്ചയിൽ 2.5 തൊട്ട് 3.5 മണിക്കൂർ വരെയുള്ള നടപ്പ് ഏറ്റവും നല്ലൊരു എക്സസൈസാണ്. പിന്നെ നമ്മുടെ ഓരോ ജോയിൻറ്റുകളും, നമ്മുടെ ഓരോ സന്ധികളും അനക്കുന്നത് വാർദ്ധക്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം അവരവരുടെ ഡെയിലി റൊട്ടീൻ ലൈഫിൽ ചെയ്തു പോകുന്നതിന് ഇത്തരം കാര്യങ്ങൾ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സസൈസുകൾ. പിന്നെ സോഷ്യൽ എൻഗേജ്മെൻറ്റ്സ്. ഇപ്പോൾ വയസ്സായ ആൾക്കാർ പൊതുവേ വയസ്സായി കഴിയുമ്പോൾ ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കാതെ, ഒരു കാര്യത്തിലും പോവാതെ, കല്യാണങ്ങൾക്കോ മരണങ്ങൾക്കോ ഒന്നും പങ്കെടുക്കാതെ, ഒരിടത്തും പോവാതെ നമ്മൾ വീട്ടിലേക്ക് മാത്രം ഒതുക്കപ്പെടുന്ന ഒരു സാധനം വരും, ഒരവസ്ഥയുണ്ട്. അപ്പോൾ അത് വരാൻ പാടില്ല. പകരം സോഷ്യൽ എൻഗേജ്മെൻറ്റ്സ്, എല്ലാ കാര്യങ്ങൾക്കും നമ്മളുടെ കൂടെ ഒരു പങ്ക് അവിടെ ഉണ്ടാവുക. ദെൻ മെൻ്റൽ സ്റ്റിമുലേഷൻ. നമുക്ക് വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയ്യാത്ത ഒരവസ്ഥയിലാവും. ഇപ്പം നമുക്കൊരു കുഴപ്പവുമില്ല, നമുക്ക് ഒരു പ്രശ്നവുമില്ല, എന്നെക്കൊണ്ട് ഇത് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം തുടങ്ങുന്ന ആളുകൾക്ക് വളരെ കൃത്യമായും കാര്യക്ഷമമായും ഈ കാര്യം കൊണ്ടുപോകാൻ കഴിയും. പിന്നെ മീനിങ് ഫുൾ ആക്ടിവിറ്റീസ് ആൻഡ് റിലേഷൻഷിപ്സ്. പഴയ കൂട്ടുകാരൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ വയസ്സാവും തോറും ഒരാളിനോടും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാൻ ആരെയും കാണില്ല. ഇപ്പോഴത്തെ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും 2 പേര് പ്രായമായവരുണ്ടാവും, കുറഞ്ഞത് ഒരാളെങ്കിലും ഉണ്ടാവും. ബാക്കിയുള്ള അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവരോടൊക്കെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ അദ്ദേഹത്തിന് ചിലപ്പോൾ ഈ വയസ്സായ ആളിന് കഴിയാറില്ല. മാത്രമല്ല മറ്റുള്ളവരുടെ, അതായത് ഈ മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ തിരക്കിൻ്റെ ഇടയിൽ വളരെ പതുക്കെ അവരെ നെഗ്ലക്റ്റ് ചെയ്യാറും നമ്മൾ അറിയാതെ പോലും അവരെ ഒഴിവാക്കാറുമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് സ്വന്തമായ കാര്യങ്ങൾ ആരോടെങ്കിലും പറയാനോ കാര്യങ്ങൾ വിശദീകരിക്കാനോ ഒന്നും കഴിയില്ല. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് അനുഭവപ്പെട്ടത്, നമ്മുടെ ഒ പിയിൽ ഒരു 40% പേര് ഒരു 50-60 വയസ്സ് കഴിഞ്ഞവരാണ്. ഇവരെല്ലാവരും തന്നെ ആശുപത്രിയിലേക്ക് വരുന്നത് രോഗാവസ്ഥയുണ്ടായിട്ടല്ല, പകരം ഈ ആളുകളെയൊക്കെ ഒന്ന് കാണാൻ പറ്റും. രാവിലെ ഒ പിയിൽ വരുമ്പോൾ ഈ അവരപ്പുറം ഒക്കെ ഉള്ള ആൾക്കാർ വരും. അപ്പോൾ അവരുമായി ഒന്ന് സംസാരിക്കാൻ പറ്റും, ഡോക്ടറുമായിട്ട് സംസാരിക്കാൻ പറ്റും. ആ ഒരു റാപ്പോ അവർക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഈ കഴിയുന്നതും വയസ്സായ ആൾക്കാർ വരുന്നത്. അപ്പോൾ ഈ വയസ്സായ ആൾക്കാരെ ഒരു കാരണവശാലും നെഗ്ലക്റ്റ് ചെയ്യരുത്, അവരെ ഒഴിവാക്കരുത്. അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള സന്മനസ്സ് നമ്മൾ കാണിക്കണം. കാരണം നാളെ നമ്മളും വയസ്സാകും എന്നുള്ള ഓർമ്മ തീർച്ചയായിട്ടും ഡോക്ടർ, നമുക്ക് മടങ്ങി വരാം. സാമൂഹ്യപാഠത്തിൽ ഇനിയൊരു ഇടവേള. സമകാലികം ദൂരദർശൻ അവതരിപ്പിക്കുന്ന തത്സമയ വാർത്താധിഷ്ഠിത പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 7:30. പുനഃസംപ്രേഷണം രാത്രി 12-നും അടുത്ത ദിവസം രാവിലെ 9-നും. തത്സമയം യൂട്യൂബിലും കാണാം. സമകാലികം. വീണ്ടും സ്വാഗതം സാമൂഹ്യപാഠത്തിലേക്ക്. ഡോക്ടർ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് നമുക്ക് ഈ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ ധാരാളമായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. അതിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ആർത്തവ ചക്രം പൂർണ്ണതയിലെത്തുക എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവുകയാണ്. അത് വാർദ്ധക്യത്തിലേക്കുള്ളൊരു തുറവിയെന്നോ ഒരു ചവിട്ടുപടിയെന്നോ ഒക്കെ പറയാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചുകളുണ്ട് ഒരു ഘട്ടത്ത്, അല്ലാതെ കുറച്ച് ശാരീരികമായിട്ടുള്ള
ചേഞ്ചുകളുണ്ട്. ഇപ്പോൾ സ്ത്രീകളെ കൂടി ചേർത്തുകൊണ്ട് പറയാനാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അത്തരത്തിലുള്ളൊരു സൂചന ശരീരം തന്നെ നമുക്ക് നൽകുന്നത്? സ്വാഭാവികമായും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ആർത്തവ ചക്ര വിരാമം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതായത് ഈ സ്ത്രീകളാരും തന്നെ ഇതൊന്നും തുറന്നു പറയുന്നില്ലെങ്കിൽ പോലും, ബഹുഭൂരിപക്ഷവും ഇതൊന്നും പറയുന്നില്ലെങ്കിൽ പോലും, ഈ ഹോർമോണൽ വ്യതിയാനങ്ങൾ അവരെ വളരെയധികം അഫക്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ ആർത്തവ വിരാമത്തിന് അടുത്ത കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഡോക്ടറോട് വ്യക്തമായി സംസാരിക്കണം. 2, ഈ ആർത്തവം ഉണ്ടായിരുന്ന സമയത്ത് ഇവരെ കുറേ പ്രൊട്ടക്ഷൻ ഈ ഹോർമോണുകൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാർഡിയക് ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് വരാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. ഇത് കഴിയുമ്പോൾ അവർക്കും നമ്മുടെ പുരുഷന്മാർക്കുള്ളതുപോലെ തന്നെ ഇത്തരം അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് ഓസ്റ്റിയോപോറസിസ് എന്ന് പറയുന്ന അസുഖമാണ്. അതായത് എല്ലുകളിൽ നമ്മുടെ കാൽഷ്യത്തിൻ്റെ കുറവ് വന്നിട്ട് എല്ലുകളിൽ ദ്വാരം വീഴുകയും എല്ലുകൾ ഒടിയാനുള്ള സാധ്യത. ഡോക്ടർ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. നമുക്കൊരു കോളർ ലൈനിലുണ്ട്. നമസ്കാരം, സാമൂഹ്യ പാഠത്തേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. വ്യക്തമായിട്ട് കേൾക്കാം. ടി വിയുടെ വോളിയം അല്പം കുറച്ച് അതിൽ ശ്രദ്ധിക്കാതെ കോളിൽ ശ്രദ്ധിച്ച് ചോദിച്ചോളൂ. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. പറയണം. ഞാനും ഭാര്യ മാത്രമേ ഉള്ളൂ. എനിക്ക് 24 വയസ്സായി, ഭാര്യക്ക് 66 വയസ്സായി. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വീട്ടിലേക്ക്. അതെ. എന്റെ മക്കളാണ്. മൂത്തനാണ്, മറ്റേ പെണ്ണും. മൂത്തം കല്യാണം കഴിച്ചതിന് കുട്ടികളായി. അല്ല, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പൊ അവരിൽ നിന്ന് നമ്മളെ തന്നെ 2-3 വർഷം നമ്മൾ ശ്രദ്ധിക്കുക, ഫോൺ വിളിക്കുക. വ്യക്തമാകുന്നില്ല. പക്ഷെ നമ്മളിപ്പോ പ്രായമാകുമ്പോൾ നമ്മളെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകാനോ, ഭാര്യയ്ക്ക് എന്ന് പറഞ്ഞാൽ 10-20 വർഷം സുഖമായിട്ട് നമ്മളെന്നെ വിളിക്കണം. മുമ്പൊക്കെ നമ്മൾ നോക്കിയത് ചെയ്യുന്നു. ഇപ്പൊ 2 വർഷമായി. സാർ, അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹത്തിന് ശരി മനസ്സിലായി. വീട്ടിൽ മക്കൾ നോക്കുന്നില്ല, അപ്പോൾ എങ്ങനെയാണ് സന്തോഷം കണ്ടെത്തുക എന്നുള്ളൊരു അതിനകത്ത് മക്കൾ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നിയമപരമായ മാർഗങ്ങളുണ്ട്. ഇപ്പോൾ വയസ്സായ ആൾക്കാരെ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിയമങ്ങൾ തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അത്തരം നിയമപരമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് അവലംബിക്കാവുന്നതാണ്. സ്വന്തം മക്കളാണ്, അപ്പോൾ സ്വാഭാവികമായും അവർ നോക്കേണ്ടതാണ്, നോക്കും. അല്ലെങ്കിൽ നിയമപരമായ മാർഗങ്ങൾ അവർക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ അത് ബഹുമാനപ്പെട്ട അവിടുത്തെ നിങ്ങളുടെ ജില്ലാ കളക്ടറെയോ അതിൻ്റെ തൊട്ട് താഴെയുള്ള അധികാരികളെയോ നിങ്ങൾക്ക് നേരിട്ട് ഈ കാര്യവുമായി പറഞ്ഞ് ബന്ധപ്പെടാവുന്നതാണ്. നിയമപരമായ പരിരക്ഷ അതിനകത്ത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. സാമൂഹ്യ പാഠത്തിലേക്ക് വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, നമുക്ക് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് മടങ്ങാം. അതെ. അപ്പോൾ അതിനകത്ത് ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവ വിരാമം വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതിനകത്ത് അത് കഴിയുമ്പോൾ അവർക്ക് ഓസ്റ്റിയോപോറസിസ് എന്നുള്ള അസുഖം, അതുപോലെ തന്നെ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി, അതിപ്പോൾ കോമണായി നമ്മുടെ ഏരിയയിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതെ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ 2 കാര്യത്തിലും പ്രത്യേകമായ ഒരു 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 ശ്രദ്ധ നമ്മുടെ ആൾക്കാർ പുലർത്തേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഡോക്ടറിൻ്റെ സേവനം നിർബന്ധമായും അവലംബിക്കുന്നത്, അവരെ ആവശ്യപ്പെടുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഏജിങ്ങിന് 5 സ്റ്റേജസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ 60 തൊട്ട് 70 വയസ്സുള്ള കാലത്ത് നമ്മളെല്ലാവരും സെൽഫ് സഫീഷ്യൻ്റ് ആയിരിക്കും. നമുക്ക് പ്രത്യേക ശ്രദ്ധയുടെ ഒന്നും ആവശ്യം പലർക്കും ബഹുഭൂരിപക്ഷത്തിനും വേണ്ടി വരില്ല. ഈ 60 വയസ്സിനും 70 വയസ്സിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ സെൽഫ് സഫീഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമ്മുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ, അതായത് അവരവരുടെ ആവശ്യം, അപ്പോൾ ഡ്രൈവിങ്ങിനാണെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും.
രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻ്റർ ഡിപ്പെൻഡൻസ് ആണ്. ഇൻ്റർ ഡിപ്പെൻഡൻസ് എന്നാണ് ആ സ്റ്റേജ് പറയുക. ആ ഇൻ്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ നമുക്ക് ചിലരുടെ സഹായം വേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഡ്രൈവിംഗ്, 70 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ 75 വയസ്സ് കഴിഞ്ഞ ഒരാളിന് ഡ്രൈവിംഗ് ബുദ്ധിമുട്ടാണെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് ഒരു സഹായം വേണം. അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ പോകുന്നതിന് ഒരാളിൻ്റെ സഹായം വേണമെങ്കിൽ അത് ആവശ്യമായി വരും. ആ സ്റ്റേജാണ് നമ്മൾ ഇൻ്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുക. എന്നാൽ സ്വന്തം കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനും കഴിയും. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന സ്റ്റേജാണ്. അവിടെ ഒരാളുടെ സഹായം നമുക്ക് കൂടിയേ കഴിയൂ. നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കും പുറത്തേക്ക് പോകുന്നതിനും ഒക്കെ നമുക്ക് എന്ത് വേണം? ഒരാളിൻ്റെ സഹായം വേണം. അതാണ് ഡിപ്പെൻഡൻസ് സ്റ്റേജ് എന്ന് പറയുക. നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ക്രൈസിസ് മാനേജ്മെൻ്റ് ആണ്. ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വയസ്സാവുമ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാം. കാരണം വിവിധ ആശുപത്രികളിൽ നമുക്ക് പോകേണ്ടി വരാം. അതിലേറ്റവും ഫ്രീക്വൻ്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് ഫോളാണ്. നമ്മളറിയാതെ വീഴുക, കാല് തട്ടി വീഴുക, കാല് തട്ടാതെ വീഴുക, അല്ലാതെ തന്നെ നടക്കുമ്പം വീഴുക തുടങ്ങിയ കാര്യങ്ങൾ, വീഴ്ചയിൽ വന്ന ക്ഷതം, അത് ഒടിവാവാം, ചതവാവാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാം. മറ്റൊന്ന് ഹാർട്ട്, ലങ്സ് തുടങ്ങിയ അസുഖങ്ങൾ. ഇപ്പം നമുക്ക് നേരത്തെ ശ്വാസമുട്ടലിൻ്റെ അസുഖമൊക്കെ ഉള്ള ആളായിരുന്നെങ്കിൽ സ്വാഭാവികമായി നമ്മുടെ ലങ്സിനൊക്കെ പ്രശ്നം വരാം. പിന്നെ നമുക്ക് ഹാർട്ടിൻ്റെ പ്രശ്നം, ഡയബറ്റീസ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ക്രൈസിസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം നമുക്ക് വയസ്സ് കൂടുന്തോറും ഒരുക്കേണ്ടി വരും. തീർച്ചയായിട്ടും. അവസാനത്തേത് നമ്മുടെ എൻഡ് ഓഫ് ലൈഫാണ്. അപ്പോൾ എൻഡ് ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ ആർക്കായാലും ഒരു ഇതുണ്ട്. അപ്പോൾ സന്തോഷമായി നമ്മുടെ വേണ്ടപ്പെട്ടവരെയും ഉറ്റവരെയും ഒക്കെ കണ്ടുകൊണ്ട് സന്തോഷമായുള്ള ഒരു അവസാനം, അതാണ് ഈ 5 സ്റ്റേജിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ സ്റ്റേജ് സെൽഫ് സഫീഷ്യൻസിയാണ്. നമ്മളെല്ലാവരും സഫീഷ്യൻ്റാണ്, നമുക്ക് പറ്റും. 60 തൊട്ട് 70 വയസ്സ് വരെ പറ്റും. 70 തൊട്ട് മുകളിലോട്ട് വരുമ്പോൾ കുറച്ച് പേർക്ക് ഇൻ്റർ ഡിപ്പെൻഡൻസ് വരും, കുറേ പേരുടെ സഹായം വേണ്ടി വരും, കുറച്ച് പേർക്ക് പൂർണ്ണമായും ഡിപ്പെൻഡൻസ് വേണ്ടി വരും. ദെൻ ക്രൈസിസ് ഉണ്ടായാൽ അത് മാനേജ് ചെയ്യാനുള്ള സംവിധാനം വേണം. ദെൻ എൻഡ് ഓഫ് ലൈഫ്. അപ്പോൾ അത്തരം സംവിധാനം കൂടെ നമ്മൾ ആലോചിക്കണം. തീർച്ചയായിട്ടും. ഡോക്ടർ, ഇപ്പോൾ ഇതോട് ചേർത്ത് തന്നെ ചോദിച്ചോട്ടെ, ഇപ്പോൾ നമ്മൾ പ്രായമായിട്ട് വരുമ്പോൾ പലതരം ഡെഫിഷ്യൻസികൾ നമ്മുടെ ശരീരത്തുണ്ടാവും. അപ്പോൾ പ്രധാനമായിട്ടും വൈറ്റമിനുകളാണ് നമുക്ക് ശരീരത്തിൽ കുറവ് വരുന്നത്. ആഹാരത്തിൽ നിന്ന് കൃത്യമായിട്ട് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ തന്നെ സൂചിപ്പിച്ചു വിറ്റാമിൻ D3 പോലെയുള്ളത് നമുക്ക് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കൂടുതലും ഈ സപ്ലിമെൻറ്റുകൾ എടുക്കുന്നത്, നേരിട്ട് ഇൻടേക്ക് ചെയ്യുന്നത്, അതൊരു നല്ല അഡ്വൈസബിൾ ആയിട്ടുള്ളൊരു കാര്യമാണോ? അല്ല, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല ആരോഗ്യകരമായ വാർദ്ധക്യം അല്ലെങ്കിൽ പ്രസാദാത്മകമായ വാർദ്ധക്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നല്ല ഭക്ഷണമാണ്. ആ ഭക്ഷണം ന്യൂട്രീറ്റീവ് ഭക്ഷണമാണ്. അപ്പോൾ ആ ഭക്ഷണം നല്ല രീതിയിലുള്ള ഭക്ഷണമാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസി ബാക്കി കാര്യങ്ങളൊന്നും വരത്തില്ല. എന്നാൽ അങ്ങനെ വന്നാൽ ആ ഡയറ്ററി സപ്ലിമെൻറ്റേഷൻ കൊടുക്കുന്നതിന് ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ട് ഇല്ല. പക്ഷേ അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ വേണം. കാരണം വൈറ്റമിൻ അളവ് കൂടിയാലും ഹൈപ്പർ വൈറ്റാമിനോസിസ് എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ ഏജിങ് കൂടുന്തോറും നമ്മുടെ ശ്രദ്ധ കൂട്ടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി ഡോക്ടർ കൺസെപ്റ്റ് എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതാണ്. നമുക്കറിയാവുന്ന, നമ്മളെ അറിയുന്ന, എത്രയോ കാലമായി അറിയാവുന്ന ഒരു ഡോക്ടറാകുമ്പോൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് തുറന്നു പറയാനും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മറ്റു ഡോക്ടർമാരുടെ സേവനം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാനും പറ്റും. അപ്പോൾ അത് ഞാനീ പറഞ്ഞത് പലരും അങ്ങനെ ഇപ്പോൾ അനുവർത്തിച്ച് വരുന്നുണ്ട്. പഴയ കുടുംബാരോഗ്യ അല്ലെങ്കിൽ കുടുംബ ഡോക്ടർ കൺസെപ്റ്റ് ഇപ്പോൾ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, നമ്മുടെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കിയിട്ടുണ്ട്. ആ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള സേവനം ലഭ്യമാണ്. അവിടുത്തെ ഡോക്ടർ എന്ന് പറയുന്നത് നമ്മുടെ പലരും നമ്മുടെ ഡോക്ടർ എന്നാണ് ഉള്ളവരെ വളരെ വ്യക്തമായി പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംവിധാനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് പൂർണ്ണമായും ഉപയോഗിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. തീർച്ചയായിട്ടും. ഡോക്ടർ, ഇപ്പോൾ ഇതോട് തന്നെ ചേർത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടെസ്റ്റുകൾ ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. നമ്മൾ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ D3യുടെ ഡെഫിഷ്യൻസി അറിയണമെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ വൈറ്റമിനുകളുടെ ബുദ്ധിമുട്ടുകൾ കുറവ് അറിയണമെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിതത്തിലുള്ള നമ്മുടെ സാധാരണയായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളോ മറ്റോ ഒക്കെ അറിയണമെങ്കിൽ കൃത്യമായിട്ടൊരു ചെക്കപ്പുകൾ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞു കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, പഴയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ഇവിടെ എല്ലായിടത്തും തന്നെ ലബോറട്ടറി സംവിധാനമുണ്ട്.
ആ ലബോറട്ടറി സംവിധാനം പൂർണ്ണമായും കാര്യക്ഷമമായി നമ്മൾ ഓരോരുത്തരും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ലബോറട്ടറികളിൽ തന്നെ ഈ പറയുന്ന ടെസ്റ്റുകളെല്ലാം ജീവിതശൈലി രോഗങ്ങളെല്ലാം തന്നെ PHC CHCകളിൽ അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയതിലേക്ക് നമുക്ക് നോക്കാൻ പറ്റും. അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് പരിശോധിക്കാൻ പറ്റും. അതിനുള്ള സംവിധാനം നമുക്കുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ പോവുകയും സർക്കാരിൻ്റെ സ്ഥാപിച്ചിരിക്കുന്ന ഈ ആരോഗ്യ കേന്ദ്രങ്ങളുടെ സേവനം പൂർണ്ണമായും നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മളിതെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. കാരണം ഇത് പലപ്പോഴും ഈ നമ്മൾ തന്നെ പോയി ചെക്ക് ചെയ്തിട്ട് നമ്മൾ തന്നെ ഇത് കുറവാണ് കൂടുതലാണെന്നൊക്കെ പറയും. ഞാൻ ഈ പലപ്പോഴും കണ്ടിട്ടുള്ളത് നമ്മുടെ ഡയബറ്റീസ് ചെക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ചെക്ക് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം വളരെ കൃത്യമായി അവർ ആഹാരം അങ്ങ് നിയന്ത്രിക്കും. അവർ തന്നെ അങ്ങ് നിയന്ത്രിക്കും. എന്നിട്ട് രാവിലെ ചെക്ക് ചെയ്യുമ്പോൾ ഷുഗർ വളരെ നോർമലായിരിക്കും. എന്നിട്ട് നമ്മളെ കാണിക്കുമ്പോൾ ഈ ഷുഗർ വളരെ പക്ക നല്ല നോർമലാണ് എന്ന് പറയും. പക്ഷേ ആക്ച്വലി അവർക്ക് ഇത് അപ്പോൾ അത് നമ്മളത് നോക്കുന്നതിനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ട്. നമ്മുടെ HbA1c എന്ന് പറഞ്ഞിട്ടുള്ള പരിശോധനയുണ്ട്. കഴിഞ്ഞ 6 മാസക്കാലത്തെ നമ്മുടെ ബ്ലഡ് ഷുഗറിൻ്റെ ഒരു ഏകദേശ കണക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതും ഇതുമായി ഒരു ബന്ധമേ കാണത്തില്ല. അത് മനഃപൂർവ്വം എന്ന് വെച്ചാൽ ഈ നമ്മുടെ വയസ്സായ ആൾക്കാരിലെല്ലാം കാണുന്ന മറ്റൊരു കാര്യം, ഞാൻ എൻ്റെ മാതാപിതാക്കളെയൊക്കെ ശ്രദ്ധിച്ചിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ അവരൊക്കെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിൻ്റെ തലേ ദിവസം തൊട്ട് പഞ്ചസാരയുടെ മരുന്ന് കുറച്ച് കൂടുതൽ കഴിക്കും. മനസ്സിലല്ലേ? കാരണം ഈ പായസമൊക്കെ കുടിക്കുമ്പോൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ മരുന്നിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് കുറച്ച് കൂടുതൽ കഴിക്കും. പിന്നീട് പിറ്റേ ദിവസം കഴിയുമ്പോൾ ഇവർ തന്നെ കുറയ്ക്കും. അപ്പം അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ ചെയ്യുന്നത് ശരിയായ നടപടിക്രമങ്ങളല്ല. പക്ഷെ പലരും ഇത് കൃത്യമായി ഇങ്ങനെ തന്നെ ചെയ്യുന്നതായ കാര്യം എനിക്ക് നേരിട്ട് അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. കാരണം അത് ശരിയായ നടപടിക്രമമല്ല. അപ്പോൾ കൃത്യമായ അളവിൽ കൃത്യമായ മരുന്ന് കൃത്യമായ സമയത്ത് കഴിക്കണം എന്നുള്ളതാണ് അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. ഡോക്ടർ, രസകരമായിട്ടുള്ള കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മൾ പ്രായമായി വരുമ്പോൾ പൊതുവേ നമ്മളെ ആളുകളെല്ലാവരും ചെയ്യുന്നത് പ്രായം കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡൈ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യരിങ്ങനെ പ്രായം കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? അതിൻ്റെ പിന്നിലെ ഒരു മനഃശാസ്ത്രം എന്താണ്? അല്ല, അത് എല്ലാവരുടെയും മനസ്സിലൊരു കുട്ടിയുണ്ട് എന്ന് പറയുന്ന പോലെ എത്ര വയസ്സായ ആളുടെ മനസ്സിലും ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടിത്വത്തിലേക്ക് മടങ്ങാൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. ഇല്ലേ? ആഗ്രഹമില്ലേ? ഒന്ന് പുറകോട്ട് തിരിഞ്ഞു പോകണമെന്ന് ആഗ്രഹമില്ലേ? പറ്റുമോ? ഇല്ല, പറ്റൂല. ഇത് എല്ലാവർക്കും ആരെയും അതിനകത്ത് വ്യത്യാസമില്ല. അതുകൊണ്ടാണ് മരണഭയമില്ലാത്ത ഒരു ജീവിയും ഭൂലോകത്തില്ല എന്ന് കവി പണ്ട് പറഞ്ഞത്. മരണഭയം അകതല്ലില്ലാതെ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, കവിതാശകലുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഭയമുണ്ട്. എല്ലാവർക്കും വയസ്സാവുന്നത് ആർക്കും ഇഷ്ടമല്ല. എല്ലാവർക്കും കുട്ടിയായിരിക്കാനും ചെറുപ്പമായിരിക്കാനുമാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ മുടി വെളുക്കുമ്പോൾ അത് കറുപ്പിക്കാനുള്ള പരിപാടി, മുഖം ചുളിയുമ്പോൾ ആ ചുളിവില്ലാതാക്കാനുള്ള പരിപാടി. പക്ഷേ ഇതെല്ലാം നമ്മൾ തുടങ്ങേണ്ടത് എപ്പോഴാണ്? 55-ാമത്തെ വയസ്സിലോ 60-ാമത്തെ വയസ്സിലോ അല്ല. ഈ ഡൈ ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. മറ്റ് കാര്യങ്ങൾ, അതായത് നമ്മുടെ ദേഹത്ത് ചുളിവുകൾ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഒരു 25-30 വയസ്സ് തൊട്ട് തന്നെ തുടങ്ങണം എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത്. കാരണം അതിനകത്ത് സൂര്യതാപം ഏൽക്കുന്നത് തൊലിക്ക് നല്ലതല്ല. അപ്പോൾ സ്വാഭാവികമായും റിങ്കിൾസ് ഉണ്ടാവും. അൾട്രാവയലറ്റ് റേഡിയേഷൻ്റെ ഇത് കാരണം ശരീരത്തിൽ കറുപ്പ്, ടാൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ വരാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സൺസ്ക്രീൻ ലോഷൻസ്, മറ്റേ റേറ്റിംഗ് ഉള്ള കാര്യങ്ങൾ, ജെൻറ്റിലായുള്ളത് ഉപയോഗിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിൽ സൂര്യപ്രകാശം നേരിട്ട് അടിക്കാത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വേണം പുറത്തു പോകേണ്ടതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ഭക്ഷണക്രമത്തിൽ നമ്മുടെ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ നട്ട്സ് തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കണം. പിന്നെ ന്യൂട്രീഷ്യസ് ഫുഡ്, നല്ല ഭക്ഷണം, അത് വളരെ അത്യാവശ്യമാണ്. പിന്നെ വയസ്സായ ആൾക്കാരിൽ വേറൊരു വലിയ കാര്യം കാണുന്നതെന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ടോയ്ലറ്റിൽ പോകണം. അപ്പോൾ അത് അവർക്ക് ഒരു ബുദ്ധിമുട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുടിക്കാതിരിക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ വയസ്സായ ആൾക്കാരിൽ ഹൈഡ്രേഷൻ മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ അളവിൽ കഴിക്കേണ്ട വെള്ളം, നമ്മുടെ ശുദ്ധജലം, അത് കൃത്യമായി കുടിക്കാനുള്ള ഒരു സംവിധാനം കൂടെ വൃദ്ധരായ ആൾക്കാർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ശരി ഡോക്ടർ, നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം
ലൈനിലുണ്ട്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? പേര് പറഞ്ഞ് പരിചയപ്പെടുത്താമോ? പറയൂ. പേര് പറഞ്ഞ് പരിചയപ്പെടുത്താമോ? പറഞ്ഞോളൂ. അതെ, എനിക്ക് ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. എനിക്ക് എനിക്ക് 84 വയസ്സുണ്ട്. അതെ, 84 വയസ്സ്. ഒരുപാട് മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട്, തേയ്മാനമുണ്ട്. ഞാൻ ഇത് കണ്ടോണ്ട് ഞാൻ വിളിച്ചെന്നേ ഉള്ളൂ. അതിനൊക്കെ ഒരു ഗുളികയുടെ പേര് വല്ലതും ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. അമ്മ അങ്ങനെയല്ല. തേയ്മാനം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ 84 വയസ്സായി. അത് മുട്ടിൻ്റെ തേയ്മാനമാണ് അമ്മ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ മുട്ടിൻ്റെ തേയ്മാനം എന്ന് പറയുമ്പോൾ അമ്മ 2 കാര്യം അമ്മ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട 2 കാര്യമുണ്ട്. ഒന്ന്, അമ്മ വണ്ണമുള്ള ആളാണോ അല്ലയോ? വണ്ണമില്ല. അമ്മയ്ക്ക് ഡയബറ്റീസ് തുടങ്ങിയ അസുഖങ്ങളുണ്ടോ ഇല്ലയോ? ഇല്ല, അങ്ങനത്തെ ചില സമയത്തൊക്കെ തലകർക്കല്ല, ശരീരത്തിന്റെ വിഷമം, പിന്നെ എഴുന്നേറ്റ് നടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അമ്മ ഒരു കാര്യം ചെയ്യണം. വളരെ കൃത്യമായി തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, അവിടുത്തെ ഏറ്റവും അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോകണം. അവിടുത്തെ ഡോക്ടറെ ഒന്ന് നേരിൽ കാണണം. ഈ മുട്ടിന്റെ തേയ്മാനം എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയിട്ടാണോ പറയുന്നത് തേയ്മാനം ഉണ്ടെന്ന്? അതെ, അതെല്ലാം എടുത്ത് നോക്കിയിട്ടാ പറയുന്നത്. അപ്പോൾ അവിടെ ഒന്ന് പോയി കണ്ടതിന് ശേഷം അവരോട് ചോദിക്കുക. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്, തേയ്മാനം വളരെ കൂടുതലായതൊക്കെ ആണെങ്കിൽ സർജറിയൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊരു ഡോക്ടറുടെ സേവനം നിർബന്ധമായും വേണം. അപ്പോൾ അത് അമ്മ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ, അത് താലൂക്ക് ആശുപത്രി ആണെങ്കിൽ താലൂക്ക് ആശുപത്രിയോ ജില്ലാ ആശുപത്രിയിലോ പോയിട്ട് അവിടുത്തെ എല്ല് രോഗ വിദഗ്ധനെ ഒന്ന് കാണണം. കണ്ടു കഴിയുമ്പോൾ അവർ വളരെ കൃത്യമായി അമ്മയ്ക്ക് മാർഗനിർദ്ദേശം നൽകും എന്താണ് ചെയ്യേണ്ടതെന്ന്. ശരി, വളരെയധികം നന്ദി. എല്ലാം ഡോക്ടറോടൊന്ന് പറയാൻ പറ്റുമല്ലോ. അല്ലമ്മ, അത് അവിടെ ആ എല്ല് രോഗ വിഭാഗത്തിൽ അത് കാണിക്കണം. അപ്പോൾ ആ തേയ്മാനം എന്താണ്, ആ തേയ്മാനത്തിന് എന്താണ് മാർഗം, അതിന് എന്ത് ഗുളികയാണ് കഴിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഡോക്ടർ നേരിട്ട് തന്നെ അമ്മയ്ക്ക് നിർദ്ദേശം തരും. ശരി, വളരെയധികം നന്ദി സാമൂഹ്യ പാഠത്തിലേക്ക് വിളിച്ചത്. സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. ശബരിമല വിശേഷങ്ങൾ. മണ്ഡല മകരവിളക്ക് കാലത്തെ ശബരിമല തീർത്ഥാടനത്തെ അധികരിച്ചുള്ള ശബരിമല വിശേഷങ്ങൾ ദൂരദർശൻ. 2023 നവംബർ 17 മുതൽ 2024 ജനുവരി 15 വരെ വൈകുന്നേരം 6:55. പുനഃസംപ്രേഷണം അടുത്ത ദിവസം രാവിലെ 7. മറക്കാതെ കാണുക ശബരിമല വിശേഷങ്ങൾ. വീണ്ടും സ്വാഗതം സാമൂഹ്യ പാഠത്തിലേക്ക്. ഈ ഇച്ഛകളുടെ ഒരു ആഘോഷമായാണ് ജീവിതത്തിൽ നമ്മളെപ്പോഴും കാണുന്നത്. വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അതൊരു സമാധാനത്തിൻ്റെയും സ്വച്ഛതയുടെയും ഒക്കെ ഉള്ളൊരു കാലമായിട്ടാണ് പലപ്പോഴും നമ്മൾ പരിഗണിക്കുന്നത്. ഈ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കുറച്ചധികം മാറ്റങ്ങളെ പറ്റിയും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെ പറ്റിയും ഒക്കെ സാർ സൂചിപ്പിച്ചു. നമ്മുടെ മനസ്സിനെ വളരെ ആരോഗ്യത്തോടു കൂടി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴും പോസിറ്റീവായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്പെൻഡ് ടൈം. നമ്മുടെ ഇപ്പോഴാണ് നമ്മുടെ സമയം. ആ സമയം ഏറ്റവും നല്ല ഫ്രൂട്ട്ഫുള്ളായി, ഏറ്റവും നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന രീതിയിൽ ചിലവഴിക്കുക. എപ്പോഴും നമുക്ക് സങ്കടം വന്നിട്ട് കാര്യമില്ല. ബി പോസിറ്റീവ്. എല്ലാ കാര്യങ്ങളും നല്ലതിനാണ് എന്ന് മാത്രം ചിന്തിക്കുക. നമുക്ക് ഈ സമയത്ത് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ആ സമയത്തേക്ക് അപ്പോൾ തന്നെ ചെയ്തു തീർക്കുക. പിന്നെ നമുക്ക് സന്തോഷം തരുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ടാവും. അവരുമായിട്ട് കൂട്ടുചേരാൻ പറ്റുക, അവരുമായിട്ട് നമ്മുടെ മനസ്സിലുള്ളത് തുറന്ന് പറയാൻ പറ്റുക. പിന്നെ നമുക്ക് സ്നേഹമുള്ള ആൾക്കാരുമായി നമ്മൾ നിരന്തരമായി വിളിക്കുക. അപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, എൻ്റെ അമ്മയൊക്കെ പലപ്പോഴും അവർക്ക് വേണ്ടപ്പെട്ട അവരുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെ ഇവർക്ക് ആർക്കും പുറത്തു പോയി അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉള്ള നൂതന മാർഗം എന്ന് പറയുന്നത് ഫോണാണ്. അപ്പോൾ അത് തന്നെ ഇപ്പോൾ നമുക്ക് കണ്ട് തന്നെ സംസാരിക്കാൻ പറ്റുന്ന ഫോണൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഉപയോഗങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ എത്ര ദൂരെയുള്ള ആളുമായും നമുക്ക് നേരിട്ട് ആശയവിനിമയം നടത്താനുള്ള ഒരു സംവിധാനം നമുക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സമയം ചിലവഴിക്കുകയും അവരെ എല്ലാവരെയും വിളിച്ച് അവരുമായി സംസാരിക്കുകയും ചെയ്യുക. പിന്നെ നമ്മുടെ വേറൊരു കാര്യം,
നമ്മൾ നമ്മുടെ വയസ്സിനെ അക്സെപ്റ്റ് ചെയ്യണം. തീർച്ചയായിട്ടും. പലപ്പോഴും സംഭവിക്കുന്നത് 84 വയസ്സുള്ള ഒരാൾ 48 വയസ്സുള്ള ഒരാളിനെ പോലെ ബൈക്ക് ഓടിക്കണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. പക്ഷേ 84 വയസ്സുകാരന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അത് ചെയ്യാതിരിക്കുകയും വേണ്ട. സോ നമ്മുടെ ഏജിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഏറ്റവും പോസിറ്റീവായ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റണം. പിന്നെ നമുക്ക് സന്തോഷം തരുന്ന ഏത് കാര്യവും അത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാരണം നമുക്കിപ്പോൾ പലതരം കാര്യങ്ങളിൽ നമുക്ക് പണ്ട് പറ്റാതിരുന്ന അല്ലെങ്കിൽ പണ്ട് ചെയ്യാൻ കഴിയാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്നുകൂടെ എടുത്ത് പൊടി തട്ടി എടുത്തിട്ട് അത്തരം കാര്യങ്ങളെല്ലാം നല്ലതായി ചെയ്യാൻ, കാരണം നല്ലതായി ചെയ്യാനുള്ള സംവിധാനം. പിന്നെ നമ്മൾ എന്തെങ്കിലും തെറ്റ് പണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫർഗീവ്നെസ്, നമുക്ക് ക്ഷമിക്കാനുള്ള ഒരു വലിയ സമയമെന്ന് പറയുന്നത് എപ്പോഴും വയസ്സാവുന്ന സമയമാണ്. പിന്നെ സന്തോഷമുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും ചികഞ്ഞെടുത്ത് ആളുകളോട് സംസാരിക്കാനും ആളുകളോട് പറയാനും പറ്റും. പിന്നെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളോട് നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനും ഈ ഒരു സമയത്തെ പറ്റത്തുള്ളൂ. സോ അത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ കാര്യമായി എൻജോയ് ചെയ്ത് ആ വാർദ്ധക്യത്തെ വാർദ്ധക്യമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഞാൻ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ സാറിൻ്റെ ഡോക്ടറായിരുന്നു. അദ്ദേഹത്തോടൊപ്പം നീണ്ട കാലം അദ്ദേഹത്തോടൊപ്പം എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെടുത്തിയ ഒരു മനുഷ്യനാണ്. കാരണം ഞങ്ങൾ തമ്മിൽ 50 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാനാണോ സാറിൻ്റെ പ്രായം, സാറാണോ എൻ്റെ പ്രായമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ എടുക്കാൻ, കാരണം നമുക്ക് എല്ലാവരിൽ നിന്നും പഠിക്കാൻ പറ്റും. കുട്ടികളിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്, മുതിർന്നവരിൽ നിന്ന് നമ്മൾ പഠിക്കാനുണ്ട്, വയസ്സായ ആൾക്കാരിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് അത്തരം കാര്യങ്ങൾ പഠിക്കാനും കൂടെ ഈ കാര്യം ഉപയോഗിക്കണം. പിന്നെ മറ്റൊന്ന്, നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ വയസ്സായ ആൾക്കാർക്ക് കമ്പ്യൂട്ടർ, ഇപ്പോൾ അതായത് എൻ്റെ വയസ്സിന് തൊട്ട് മുകളിലുള്ളവരൊന്നും കമ്പ്യൂട്ടർ കണ്ടിട്ട് കൂടില്ല. അപ്പം ഈ പലരും മൊബൈൽ ഫോണൊക്കെ ഇപ്പോൾ കൊച്ചു കുട്ടികൾ ഉപയോഗിക്കുന്ന അത്രയും സൂക്ഷ്മതയോടെയും അത്രയും കാര്യക്ഷമതയോടെയും കൂടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന വയസ്സായവരെ എനിക്കറിയാം. അപ്പോൾ അവരെല്ലാം ഇത് വയസ്സെന്ന് പറയുന്നത് ഒന്നിനും ഒരു തടസ്സമല്ല. അത് നമ്മൾ വയസ്സ് വിടുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. പുതിയ പുതിയ കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ് ആവുക, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഏത് കോഴ്സ് ചെയ്യുന്നതിനും വയസ്സും പ്രായമൊന്നും ഒരു പരിധിയേ അല്ല. അപ്പോൾ പ്രായപരിധിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പഠിക്കണോ പഠിക്കാം. ജേർണലിസം, ലോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ കഴിയും. വാർദ്ധക്യം എപ്പോഴും സന്തോഷകരമായി വേണം പോകാൻ. തീർച്ചയായിട്ടും. ഡോക്ടർ, മറ്റൊരു പ്രേക്ഷകൻ നമ്മുടെ ലൈനിലുണ്ട്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? പരിചയപ്പെടുത്താമോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറയണം. കേൾക്കാം. ഞാൻ വിളിച്ചത് 61 ഇയറായി. അപ്പം ഹസ്ബൻഡ് മരിച്ചിട്ട് 2 വർഷമായി. ഇപ്പൊ ആരുമില്ല. 2 കുട്ടികളുള്ളത്, 2 വെളിയിലായിട്ട് ജോലി. അപ്പൊ ഞാനിപ്പോ ഒറ്റയ്ക്കാണ് വീട്ടിൽ. അപ്പൊ ഞാൻ ഈ ഒറ്റയ്ക്ക് എങ്ങനെ ഇത് മറികടക്കണം എന്നുള്ള ഒരു സാറിന്റെ ഒരു കിട്ടിയാൽ വലിയ. അല്ല, അമ്മ പറയുന്നത് ഇപ്പോൾ പല വീടുകളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അമ്മ പറയുന്നത്. അപ്പോൾ ഇത് 2 കുട്ടികളുണ്ട്. അവർ 2 പേരും വിദേശത്താണ്. അവർ 2 പേരും നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ അതൊരു സന്തോഷകരമായ കാര്യമല്ലേ? അതൊരു സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് അവരോട് ഫോണിൽ വിളിച്ച് സംസാരിക്കാം. അമ്മയുടെ മറ്റ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തന്നെ ദിശ എന്ന് പറഞ്ഞിട്ട് ഒരു ടെലിഫോൺ നമ്പറുണ്ട്. 1056 1056 എന്നാണ് ആ നമ്പറിൻ്റെ പേര്. ദിശ എന്നാണ് പേര്. അത് നമ്മുടെ ഫോണിൽ നിന്ന് ടോൾ ഫ്രീ നമ്പറാണ്. വിളിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആവശ്യമായ എല്ലാ കൗൺസിലിങ്ങും, അമ്മയ്ക്ക് ആവശ്യമായ എന്ത് നിർദ്ദേശവും, ആരോഗ്യപരമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഏത് കാര്യങ്ങൾക്കും അമ്മയ്ക്ക് അവരെ സമീപിക്കാം. അപ്പോൾ അവരിൽ നിന്ന് ആരോഗ്യ വകുപ്പിൻ്റെ തന്നെ ഒരു ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈനാണ് ദിശ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാം. അപ്പോൾ അതുവഴി അവരുടെ അടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും, ഈ സന്തോഷകരമായ വാർദ്ധക്യത്തിന് വേണ്ടിയുള്ള എല്ലാ കൗൺസിലിംഗ് കാര്യങ്ങളും അമ്മയ്ക്ക് അവിടെ നിന്ന് ലഭിക്കും. അത് അമ്മയ്ക്ക് ഉപയോഗിക്കാം. ഇനി അമ്മയുടെ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവരുമായിട്ട് സമയം ചെലവഴിക്കാം, അവരുമായി ഫോണിൽ വിളിക്കാം, അവരുമായി ഇത് ചെയ്യാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളാണ്. പിന്നെ പുതിയ കാര്യങ്ങൾ, ഇപ്പോൾ എംബ്രോയിഡറി തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിൽ അമ്മയ്ക്ക് അത് ചെയ്യാം.
ഇത്തരത്തിൽ നമ്മുടെ സമയവും നമ്മുടെ പിന്നെ വായിക്കാം, പിന്നെ നാട് കാണാം, യാത്ര ചെയ്യാം. സഡനായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കായപ്പോഴത്തേനും ഒരു ടെൻഷനായിപ്പോയി. നമ്മൾ ഒറ്റയ്ക്കാണ് എന്ന തോന്നൽ വേണ്ട. അമ്മയോടൊപ്പം ഈ പറയുന്ന എല്ലാവരും അമ്മയുടെ കൂടെ ഇല്ലേ? അപ്പോൾ സ്വാഭാവികമായും ഇത്തരം സൗകര്യങ്ങൾ, ഇപ്പോൾ ദിശയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സാധനമാണ് ദിശ. അപ്പോൾ അമ്മയ്ക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചുള്ള നിർദ്ദേശം അവർ തരും, അമ്മയ്ക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് പോയി എന്നുള്ളൊരു ധാരണ വേണ്ട. നമ്മുടെ നാട് മുഴുവൻ അമ്മയോടൊപ്പം ഉണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? മക്കൾ കൂടെ ഉണ്ട്. ഇതെല്ലാവരും ഒരു ഫോൺ ഡിസ്റ്റൻസ് അപ്പുറത്തുനിന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. ലോകം വളരെ ചുരുങ്ങി വരികയല്ലേ. അതാ ഞാൻ പറഞ്ഞത്, ഈ നമ്പർ അമ്മയ്ക്ക് ഉപയോഗിക്കാം. ഞാൻ ഈ പറഞ്ഞ നമ്പർ ഉപയോഗിക്കാം. ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്ത് പ്രശ്നം വന്നാലും മിനിറ്റ് വെച്ചിട്ട് അമ്മയ്ക്ക് അതിന്റെ സഹായം എത്തും. ആ ശരി, നന്ദി. വിളിച്ചതിൽ വലിയ സന്തോഷം. തീർച്ചയായിട്ടും വിളിച്ചതിൽ വളരെയധികം നന്ദി. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ പറ്റി പറഞ്ഞു, എങ്ങനെ ചുറുചുറുക്കോടെ ഇരിക്കാം എന്ന് പറഞ്ഞു. അതിൽ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത്, ഫിസിക്കൽ എക്സസൈസ്. തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത് നേരത്തെ, ഞാൻ അതാ വീണ്ടും പറഞ്ഞത്. നമ്മൾ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കും. അതുപോലെ നമുക്ക് പറ്റുന്ന എക്സസൈസ്, നമ്മൾ വീടിന് ചുറ്റും അരമണിക്കൂർ നടക്കുന്നത് തന്നെ ഏറ്റവും വലിയ എക്സസൈസാണ്. എത്ര വയസ്സായ ആളിനും വീടിന് ചുറ്റും നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പേരക്കുട്ടികളുണ്ടെങ്കിൽ അവരെ വിളിക്കുക, അല്ലെങ്കിൽ ഒരു വടി മാത്രം മതിയെങ്കിൽ അത് മാത്രം ഉപയോഗിക്കുക. സോ നമുക്ക് ആ നടപ്പ് നമ്മളെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമ്മളെപ്പോഴും എനർജറ്റിക് ആയിരിക്കുക. എപ്പോഴും വയ്യ, ക്ഷീണമാണ്, എനിക്ക് സുഖമില്ല, അങ്ങനെ അല്ല. നമ്മൾ ഏത് നിമിഷമാണോ ആ നിമിഷം പരമാവധി എൻജോയ് ചെയ്ത് പോകും. തീർച്ചയായിട്ടും പറയാൻ എളുപ്പമാണ്, പാലിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാണ്. പക്ഷേ ഓരോരുത്തരും അത് പാലിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ ഈ ബെന്യാമിൻ്റെ മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന് പറയുന്ന കൃതിയിൽ വാർദ്ധക്യം വന്ന് പിടികൂടാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ചെറിയ ഉപദേശം പോലെ ഒരു കഥാപാത്രം പറയുന്നൊരു കാര്യമുണ്ട്. അത് നമ്മൾ അടുത്ത 5 വർഷത്തിലേക്കുള്ള പദ്ധതികൾ നമ്മൾ ഇന്ന് തന്നെ പ്ലാൻ ചെയ്യണം. എന്നിട്ട് കഴിഞ്ഞ 5 വർഷം നമ്മൾ ചെയ്തതിലേക്ക് നമ്മൾ പിന്നോട്ടൊന്ന് നോക്കണം, പിന്നെയും മുന്നോട്ട് നോക്കണം, മുന്നോട്ട് നടക്കണം എന്ന് പറയണം. നമ്മൾ ഈ റിട്ടയർ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ പല ആളുകളും അതിന് റീടയർ ചെയ്യുക എന്ന് പറയാറുണ്ട്. പക്ഷേ അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി ഒരു വലിയ ധാരണയില്ലാതെ പോവുകയും പലപ്പോഴും അതൊരു ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കാതെ പോകുന്ന ഒരു കാര്യത്തിലേക്ക്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ നിൽക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകാറുണ്ട്. നമുക്കിതിനെ എങ്ങനെയാണ് ഒരു കൃത്യമായിട്ട് നേരിടുകയും മുന്നോട്ട് പോകാൻ പറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യാൻ പറ്റുക? അല്ല, അതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 20 വർഷം മുമ്പ് വരെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത് ശിശു വിഭാഗത്തിനായിരുന്നു. അപ്പോൾ അതിൽ പീഡിയാട്രിക്സ് ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷനാണ് നമുക്ക് കൂടുതൽ. ഇപ്പോൾ മറിച്ചിട്ട് ഒരു 2027 കൂടി ഒരു 40% കേരളത്തിൽ വരുന്നവർ 60 വയസ്സിന് മുകളിലുള്ളവരാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ റിട്ടയർ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം തന്നെ ഒരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യം അതിക്രമിച്ചു പോയി. ഈ പെൻഷനായി എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം വിട്ട് വീട്ടിലിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ സ്റ്റാർട്ടപ്പ് നമ്മൾ യുവാക്കൾക്ക് സ്റ്റാർട്ടപ്പ് പറയുന്നത് പോലെ തന്നെ ഈ വയസ്സായ ആൾക്കാർക്കുള്ള സ്റ്റാർട്ടപ്പും കൊണ്ടുവരാൻ സർക്കാരുകൾ ശ്രമിക്കണം, സർക്കാരുകൾ തീരുമാനിക്കണമെന്നാണ് എനിക്കൊരു അഭ്യർത്ഥന മുമ്പോട്ട് വയ്ക്കാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. ഈ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ വയ്യാതായ ആൾക്കാർക്ക് അല്ലെങ്കിൽ ദിവ്യാംഗരായ ആൾക്കാർക്ക് അവർക്കുള്ളതല്ല. ഈ എല്ലാവർക്കും അവരവരുടെ മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെല്ലാം നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഉപയോഗം വരത്തക്ക വണ്ണമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. സോ നമ്മുടെ ഈ തലമുറയിൽ ഏകദേശം 40-45% പേര് വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്നവരോ വൃദ്ധരോ ആണ്. അപ്പോൾ സ്വാഭാവികമായും അവരെയും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഉള്ള പരിപാടികളും കാര്യങ്ങളും ഉണ്ടാവണം എന്നുള്ളതും കൂടെ ഈ ഒരു ഇതിൽ എനിക്കൊരു അഭ്യർത്ഥനയായി വെക്കാനുണ്ട്. തീർച്ചയായിട്ടും സാർ, നമുക്കൊരു ഇടവേള എടുക്കാം. ഇപ്പോൾ സാമൂഹ്യപാഠം ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരും.
അഗ്രപൂജിതം ശ്രീഗുരുഗുഹാഗ്രജം അഗ്രപൂജിതം. വീണ്ടും സ്വാഗതം സാമൂഹ്യ പാഠത്തിലേക്ക്. സാർ, നമ്മുടെ ഈ പ്രായം ചെന്ന ആളുകളിലേക്ക് ഒരു വലിയ സോഷ്യൽ ക്യാപിറ്റലുണ്ട്. അവർ ഇത്രയും നാൾ ജീവിച്ച് അവരുടെ ജീവിതം കൊണ്ടുണ്ടാക്കിയ കുറേയധികം അനുഭവങ്ങളുണ്ട്. അതിൻ്റെ ഒരു വലിയ പാഠപുസ്തകമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മിലൻ കുന്ദേരയൊക്കെ പറയുന്നത് പോലെ ഈ ആപത്തിൻ്റെ കാലത്ത് കയ്യെത്തിപ്പിടിക്കുന്ന ഓർമ്മയാണ് ചരിത്രം എന്ന് പറയുന്ന ആ ഓർമ്മകളുടെ ഒരു ചരിത്ര പ്രാധാന്യം, ഇതെല്ലാം നമുക്കൊന്ന് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കത് കണ്ടെടുക്കാൻ പറ്റുന്ന, അതൊരു വലിയ മൂലധനമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ശരിക്കും നമുക്ക് കേരള സമൂഹത്തിലുണ്ട്. കേരളം പരിണമിച്ചെത്തിയതിൻ്റെ ഒരു ചരിത്രത്തിലൊക്കെ തന്നെ ഇതിൻ്റെ ഒരു വലിയ പ്രാധാന്യം നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എങ്ങനെ അത് നമുക്ക് പ്രയോജനമാവിധം ഉപയോഗിക്കാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഴമയുടെ മണം ഒരു വലിയ മണമാണ്. ഈ പഴമ നമുക്ക് പുതിയതിൻ്റെ ഗന്ധം, നമുക്ക് പുതുമയുടെ ഗന്ധം നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുമ്പോൾ പഴമയുടെ ഗന്ധത്തെ നമ്മൾ അത്രയധികം സന്തോഷത്തോടുകൂടി പലപ്പോഴും സ്വീകരിക്കാറില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത. അപ്പോൾ ഇതിൽ നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വൃദ്ധസദനങ്ങളിലും ഒക്കെയുള്ള അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ യുവാക്കളായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനം. എനിക്ക് വ്യക്തിപരമായി വൃദ്ധസദനത്തോട് എതിർപ്പുള്ള ഒരാളാണ് ഞാൻ. കാരണം വൃദ്ധരെ ഒരിക്കലും ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടിടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവരോടൊപ്പം വേണം നമ്മൾ നിൽക്കാനെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ വൃദ്ധരിൽ നിന്ന് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കൈനീട്ടം വാങ്ങുന്നത് വീട്ടിലെ ഏറ്റവും മുതിർന്ന ആളിൻ്റെ നിന്നാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ പെസഹ അപ്പം മുറിക്കുന്നത് ഏറ്റവും പ്രായം ചെന്ന ആളാണ്. ആ അപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കുന്നത് അവിടുത്തെ ഏറ്റവും പ്രായം ചെന്ന ലേഡിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അനുവർത്തിച്ചിരുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഒരിക്കലും വാർദ്ധക്യത്തെയോ വൃദ്ധരെയോ നമ്മളെക്കാൾ മൂത്ത ആളുകളെയോ ബഹുമാനിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചിരുന്ന ഒരു തലമുറയും ഒരു സമൂഹവും നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കെല്ലാം ഉള്ള പ്രശ്നം എന്താണ്? നമ്മുടെ എല്ലാം വീട്ടിൽ ഒരു വൃദ്ധനായ ആൾ കാണും, അല്ലെങ്കിൽ വാർദ്ധക്യമുള്ള 1-2 പേര് കാണും. അവരുടെ മക്കൾ 2 പേരായിരിക്കും. ഇപ്പോൾ നേരത്തെ അമ്മ എന്നെ വിളിച്ച അമ്മ പറഞ്ഞില്ലേ, മക്കളെല്ലാം വിദേശത്താണ്, അവരെല്ലാം നല്ല നിലയിലാണ്, എനിക്കതിൽ സന്തോഷമാണ്, പക്ഷേ ഞാനിവിടെ ഒറ്റയ്ക്കാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം അനുഭവം നമ്മൾ പങ്കിടണം, അവരുടെ എല്ലാം അനുഭവം നമ്മൾ കുറിപ്പാക്കണം. പിന്നെ ആർക്കൈവ്സിലൊക്കെ നമുക്കിപ്പോൾ പഴയ പല കാര്യങ്ങളും എടുക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ തന്നെ ആർക്കൈവ്സുകളിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവരിൽ നിന്നൊക്കെ ഉള്ള വ്യക്തിഗത വിവരങ്ങൾ എല്ലാം സൂക്ഷിച്ച് വയ്ക്കാൻ കഴിയണം. കാലം അതിങ്ങനെ ഉരുളും, കാലം മാറിക്കൊണ്ടേയിരിക്കും, നമ്മളും നാളെ മാറും. അപ്പോൾ നമ്മളെ നോക്കാനും നമ്മുടെ മക്കൾ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ എത്ര നോക്കുന്നോ അതിനനുസരിച്ച് ആയിരിക്കും നമ്മുടെ മക്കൾ നോക്കുക എന്നുള്ളതാണ് എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. തീർച്ചയായിട്ടും ജീവിതത്തിലെ രണ്ടാമത്തെ ബാല്യമാണ് വാർദ്ധക്യം എന്ന് പറയാറുണ്ട്. തീർച്ചയായും ഏറ്റവും സന്തോഷത്തോടും ചുറുചുറുക്കോടും ഏറ്റവും സമാധാനത്തോടും സ്വാസ്ഥ്യത്തോടും ഒക്കെ അത് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് സാറ് നമുക്ക് സാമൂഹ്യ പാഠത്തിലൂടെ പകർന്നു തന്നിട്ടുണ്ട്. അതിന് സാമൂഹ്യ പാഠത്തിൻ്റെയും ദൂരദർശൻ്റെയും പേരിലുള്ള എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇന്നത്തെ സാമൂഹ്യ പാഠം ഇവിടെ ഇങ്ങനെ പൂർണ്ണമാകുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.